നോബൽ ബാരിക്കാരൻ പഹൽഗഞ്ച് സാധാരണ നിലയിലേക്ക് മടങ്ങിയിട്ടില്ല. ആർമി അവിടെ കോർഡൺ ചെയ്തിട്ടുണ്ട്. വലിയ സുരക്ഷാ വലയത്തിലാണ് പഹൽഗാം എന്നറിയുന്നു. മറ്റു വിനോദസഞ്ചാരികളെ ഇപ്പോൾ പഹൽഗാമിലേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ടോ നോബൽ? അരുൺ, നമ്മളൊന്ന് പഹൽഗാമിലാണ്. ഇവിടുന്ന് കുറച്ച് ഏറെക്കുറെ 2 കിലോമീറ്റർ മാറിയാണ് കഴിഞ്ഞ ദിവസം ഈ ഭീകര ആക്രമണം നടന്നിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിലവിൽ ഇവിടെ ആരെയും അതായത് ഭീകരാക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ വിനോദസഞ്ചാരികളെ അടക്കം ആരെയും ഇങ്ങോട്ട് കടത്തിവിടുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് വിനോദസഞ്ചാരികളൊന്നും കാണാൻ കഴിയില്ല. പക്ഷേ എങ്കിൽ പോലും മനോഹരമായൊരു സ്ഥലം നമുക്ക് കാണാൻ കഴിയുന്നു എന്താണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും. അതിമനോഹരമായൊരു സ്ഥലമാണ്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ഭീകരാക്രമണം ഉണ്ടാവുകയും ഇവിടുന്ന് ആളുകളെയൊക്കെ ഈ പ്രദേശത്തുകൂടിയാണ് പുറത്തേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോൾ വലിയ സുരക്ഷ ഒന്നും എന്താണെങ്കിലും ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ല. കാരണം നമുക്കിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ സുരക്ഷ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അത്തരത്തിൽ വലിയ സുരക്ഷാ വിന്യാസങ്ങളൊന്നും ഇവിടെ കാണാൻ കഴിയില്ല. പക്ഷേ എങ്കിൽ പോലും ടൂറിസ്റ്റുകളെ ആരെയും കടത്തിവിടാതെ ഈ മേഖല പൂർണ്ണമായും അടച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. മാധ്യമപ്രവർത്തകർക്ക് മാത്രമാണ് ഇന്നിപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള ഒരു അവസരം വന്നിരിക്കുന്നത്. അത്തരത്തിൽ മനോഹരമായ ഒരു സ്ഥലമാണ് നോബൽ അല്ലേ? ബൈസരൺ പുൽമേട്ടിലേക്കുള്ള കാനന പാതയാണ് ഈ ഫൽഗാമിൽ നിന്ന് അല്ലേ? തീർച്ചയായും അരുൺ, ഈ ബൈസരണിലേക്ക് പോകുന്ന കാനനപാതയാണ്. അതായത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും വലിയ മലനിരകൾ, അതോടൊപ്പം തന്നെ ഒരുപാട് പൈൻ മരങ്ങളൊക്കെ കാണാൻ കഴിയും. അതുമാത്രമല്ല ഇതിന് നടുക്കിലൂടെ ഒരു മനോഹരമായ നദി ഒഴുകുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ചില ആളുകൾ നിൽക്കുന്നത് കാണാൻ കഴിയും. അതുവഴിയാണ് ഇങ്ങോട്ട് കയറി വരുന്നത്. ഇവിടെ നിന്ന് ഏറെക്കുറെ 2.5 കിലോമീറ്റർ 3 കിലോമീറ്റർ ദൂരം കുതിരപ്പുറത്തും നടന്നുമൊക്കെ വേണം ബൈസരൺ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടി. അത്തരത്തിൽ വളരെ പ്രയാസപ്പെട്ട് വേണം അങ്ങോട്ട് എത്താൻ എന്ന് യാഥാർത്ഥ്യമാണ്. പക്ഷേ എത്തിക്കഴിഞ്ഞാൽ പോലും അതിമനോഹരമായ സ്ഥലം ആയതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികളുടെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഒന്നാണ് ബൈസരൺ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് മിനി സ്വിറ്റ്സർലാൻഡ് എന്നടക്കമുള്ള പേരുകൾ ഈ സ്ഥലത്തെ വിളിക്കുകയും ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രദേശത്ത് നിന്നാണ് കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ വിനോദസഞ്ചാരികൾ ബൈസരണിലേക്ക് പോയത്. വലിയ സന്തോഷമായൊക്കെ ആളുകൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കുതിരപ്പുറത്തും നടന്നുമൊക്കെയാണ് പോയത്. കുതിരക്കുളമ്പടിയൊക്കെ നമുക്കിവിടെ അത്തരത്തിൽ കുതിര ചവിട്ടിയ പാടുകളൊക്കെ ഇവിടെ ഒരുപാട് കാണാൻ കഴിയും. അത്തരത്തിൽ വളരെ ആളുകൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയത്. പക്ഷേ എങ്കിൽ പോലും അവിടെ എത്തിയപ്പോൾ ഉണ്ടായ ആക്രമണത്തിൽ 26 പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. അവിടെ നിന്ന് പിന്നീട് ആളുകളെയൊക്കെ ഇങ്ങോട്ട് എത്തിക്കാനൊക്കെ ഏറെ പണിപ്പെട്ടു എന്നത് യാഥാർത്ഥ്യമാണ്. നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകളൊക്കെ കാണാൻ കഴിയും. ഈ പുൽമേടുകളിലൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആളുകളുടെ മൃതദേഹങ്ങളൊക്കെ കിടന്നത്. ഇതിൻ്റെ ഇത്തരത്തിൽ ഉള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണെങ്കിലും അതീവ സുരക്ഷ ഇന്നിപ്പോൾ ഇതിന് പുറത്ത് ഏർപ്പെടുത്തിയിട്ട്, പക്ഷേ ബൈസറിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഇവിടെ എന്താണെങ്കിലും സേനാ വിന്യാസമോ അല്ലെങ്കിൽ മറ്റ് ഉദ്യോഗസ്ഥരെയോ ഒന്നും കാണാൻ കഴിയുന്നില്ല എന്നാണ് ഇവിടുത്തെ ഒരു യാഥാർത്ഥ്യം. പക്ഷേങ്കിൽ പോലും ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ വിനോദസഞ്ചാരികളടക്കം ഇങ്ങോട്ട് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, നോബൽ ഇപ്പോൾ സഞ്ചരിക്കുന്നത് കാൽനടയായിട്ടാണെന്ന് മനസ്സിലാക്കുന്നു. സാധാരണ പോണിവാലയാണ് അവിടേക്ക് ആളുകളെ കൊണ്ടുപോവുക. നോബൽ ഇപ്പോൾ ഈ ബൈസരണിലേക്കുള്ള യാത്ര എങ്ങനെയാണ്? കാൽനടയായിട്ടാണോ അതോ പോണിപ്പുറത്താണോ? അരുൺ, കാൽനടയായി തന്നെയാണ് ഇവിടെ നിന്ന് യാത്ര എന്താണെങ്കിലും മുന്നോട്ട് പോകാൻ കഴിയുക. ഇപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഈ ആക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിൽ ഇവിടുത്തെ വിനോദസഞ്ചാരം ഏറെക്കുറെ ഇപ്പോൾ തൽക്കാലമായി നിർത്തിവച്ചിരിക്കുന്നു. കുതിരസവാരികൾ ഒന്നുമില്ല. അതുകൊണ്ട് അകത്തേക്ക് പോകാൻ ആളുകൾ ഇല്ല. ആ അടിസ്ഥാനത്തിൽ ഇവിടുന്ന് ടൂറിസ്റ്റ് ഗൈഡുകൾ ആരും എത്തുന്നില്ല. അത്തരത്തിലുള്ള നടപടികളൊക്കെ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധി അത്തരത്തിൽ ഇനിയിപ്പോൾ ഇങ്ങോട്ട് വന്നാലും ആളുകൾക്കുണ്ടാകും. അത് മാത്രമല്ല, പ്രധാനമായും അത്തരത്തിൽ ഒരുപാട് ആളുകളിൽ നിന്ന് കടത്തി വിടുന്നുമില്ലാത്ത സാഹചര്യമാണ് ഇവിടെ എന്താണെങ്കിലും ഉള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടുന്ന് മുകളിലേക്ക് പോവുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം വലിയ കുന്നൊക്കെ കയറി വേണം നമുക്ക് മുകളിലേക്ക് പോകാൻ. അവിടുത്തെ കാഴ്ചകൾ കാണുന്ന സമയത്ത് എത്ര മനോഹരമായ ഒരു സ്ഥലമാണ്. മിനി സ്വിറ്റ്സർലൻഡ് എന്ന് വിളിക്കുന്ന ബൈസരണിലേക്കുള്ള യാത്രാപാതയിലാണ്. ഇവിടെ ധാരാളം വലിയ കല്ലുകൾ കിടക്കുന്നത് പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. നോബൽ അങ്ങോട്ടുള്ള യാത്രയിലാണ്. നല്ല ചെറിയ അരുവികളുണ്ട്, ചെറിയ സ്ട്രീംസ് ഉണ്ട്, ശുദ്ധമായ വെള്ളം വരുന്ന ചെറിയ സ്ട്രീംസ്. നല്ല തണുപ്പായിരിക്കും അല്ലേ? ആ വെള്ളത്തിനൊക്കെ നല്ല തണുപ്പുമായിരിക്കും. മുകളിൽ മഞ്ഞുറവകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അപ്പോൾ ഈ അരുവികളൊക്കെ കടന്നാണ് പോവുക. സാധാരണ 6-6.5 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം 5 കിലോമീറ്ററോളം ട്രക്ക് ചെയ്തു വേണം ഈ ബൈസരൺ വാലിയിലേക്ക് എത്താനായിട്ട്. അവിടേക്കുള്ള യാത്രയിലാണ് നോബൽ ബാരിക്കാരനും വിജിത്തുള്ളത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഭീകരാക്രമണം നടന്ന ബൈസരൺ വാലി. പക്ഷേ ഇവിടെ ഇപ്പോൾ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ല. ഈ ബൈസരൺ വാലിയിൽ ഒരിടത്തും ഇപ്പോൾ നമ്മൾ ആ പഹൽഗാമിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ സുരക്ഷാ സേനയോ ഒന്നും നമ്മൾ കാണുന്നില്ലേ? ഇവിടെ മിലിറ്ററി ഡിപ്ലോയ്മെന്റ് ഇല്ലെന്ന് മനസ്സിലാക്കുന്നു അല്ലേ ഈ സ്ഥലത്തേക്ക്? മാത്രമല്ല ഇതൊന്നും ജനവാസ മേഖലയുമല്ല ഈ സ്ഥലമൊന്നും. അരുൺ, ഇതൊരു ടൂറിസ്റ്റ് മേഖല മാത്രമാണ്. ഇവിടെ ചില ഹോട്ടലുകൾ ഈ
പെഹൽഗാമിന് താഴ്ത്തട്ടിൽ, അതായത് നമ്മളിപ്പോൾ ഈ മല കയറിക്കൊണ്ടിരിക്കുകയാണ്, ഈ മലയുടെ താഴെ ചില ഹോട്ടലുകൾ മാത്രമാണ് ഉള്ളത്. അതിന് മുകളിലേക്ക് ജനവാസങ്ങളൊന്നുമില്ല. ടൂറിസ്റ്റുകൾ വരുന്നു, അവർ ഇവിടെ വലിയ തരത്തിൽ ആഘോഷങ്ങൾ നടത്തുന്നു, അതിനുശേഷം സന്തോഷം കണ്ടെത്തുന്നു, അതിനുശേഷം മടങ്ങുന്നു. അങ്ങനെ ഒരു സ്ഥലം മാത്രമാണ് ഇത്. പക്ഷേ ഇവിടെ നിന്ന് ബൈസരനിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട ഈ ആക്രമണം അടക്കം ഉണ്ടായ സ്ഥലങ്ങളുണ്ട്. അവിടെ ചില കടകൾ, അതോടൊപ്പം തന്നെ ചില ദബകൾ ഒക്കെ ഉണ്ട്. എന്താണ് ഇപ്പോൾ നമുക്ക് താഴ്ന്ന് സംസാരിച്ചപ്പോൾ അരുവിയുണ്ട്, അതേപോലെ ചെറിയ പൈൻ ഫോറസ്റ്റ് ഉണ്ട്. ഉള്ളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ പൈൻ ഫോറസ്റ്റുകൾ ഒരുപാട് ഇടതൂർന്ന് നിൽക്കുന്നത് കാണാൻ പറ്റും. ഈ വഴിയിൽ കണ്ട കാഴ്ചകളൊക്കെ എന്താണ്? ഈ സാധാരണ നമ്മൾ ഇത്തരം ട്രക്കിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ചെമ്മരിയാളികളുമായിട്ട് കർഷകരൊക്കെ പോകുന്നതുമൊക്കെ നമ്മൾ കാണാറുണ്ട്. ഈ പഹൽഗാമിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് കയറുന്നതോടുകൂടി ഈ ജനവാസ മേഖല ഇല്ലാതാവുകയും പിന്നീട് പൂർണ്ണമായിട്ടും ഈ പറയുന്ന കാടും പൈൻ ഫോറസ്റ്റും മാത്രമായി തീരുകയും ചെയ്യുന്നു അല്ലേ? അതെ അരുൺ, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഞാൻ നിൽക്കുന്ന ഈ പ്രദേശം പൂർണ്ണമായി ഇത്തരത്തിലുള്ള വലിയ ഉരുളൻ കല്ലുകൾ കൊണ്ട് നിറഞ്ഞൊരു പ്രദേശമാണ്. പക്ഷേ ഇവിടുന്ന് കുറച്ചേക്ക് മാറിക്കഴിയുമ്പോൾ പിന്നീട് ചെറിയ പർവ്വതങ്ങൾ പോലെ പുൽത്തകിടികളാണ് ഉള്ളത്. അതിനുശേഷമാണ് ഈ പറഞ്ഞ പൈൻ കാടുകൾ ഉള്ളത്. ഇവിടെയും പൈൻ മരങ്ങളൊക്കെ ധാരാളം നിൽക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഉള്ളിലേക്ക് പോകുമ്പോഴാണ് ഏറ്റവും വലിയ ഈ ബൈസൻ്റെ ഒരു മഹാ ബ്യൂട്ടി എന്ന് പറയുന്നത്. അകത്തേക്ക് പോകുമ്പോഴാണ് നമുക്ക് കാണാൻ കഴിയുക. പക്ഷേ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. മിനി സ്വിറ്റ്സർലൻഡ് എന്ന് വെറുതെ പറയുന്നതല്ല, നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ദേവദാരുക്കളും പൈനുകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് കാണുന്നത്. പക്ഷെ അവിടെ എങ്ങും ഒരു ധാബയോ ഈ പോകുന്ന വഴിയിലൊന്നും വലിയ ധാബയോ ഒന്നും കാണുന്നില്ല അല്ലേ? ഇല്ല, മറ്റ് ജനവാസങ്ങളോ അല്ലെങ്കിൽ ആളുകളെ ഒന്നും നമുക്ക് നിലവിൽ ഇവിടെ കാണാൻ കഴിയും. കുറച്ച് മാധ്യമപ്രവർത്തകരുടെ സംഘം മാത്രമാണ് വിവിധയിടങ്ങളിലായി ഇപ്പോൾ ഉള്ളത്. മറ്റ് ആളുകൾ ഒന്നും ഇങ്ങോട്ട് എന്താണെങ്കിലും എത്തിയിട്ടില്ല. കാരണം എത്തിയിട്ടില്ല എന്ന് പറയാൻ കാരണമുള്ളത് ഇപ്പോൾ ഒന്നാമത് ആളുകൾക്കൊരു ആശങ്കയുണ്ട്. കാരണം ഭീകരാക്രമണം ഉണ്ടായി 26 ആളുകൾ മരിച്ചു. ആ ഭീകരരെ കണ്ടെത്താൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഭീകരർ ഇനിയും ഒളിച്ചിരിക്കുന്നുണ്ടോ എന്നൊരു ആശങ്ക ഇവർക്ക് പങ്കുവയ്ക്കാനുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ ടൂറിസ്റ്റുകളെ ഇപ്പോൾ ഇങ്ങോട്ട് വിടുന്നത് സുരക്ഷിതമല്ല എന്നൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. അതിൻ്റെ ഭാഗമായി പലയിടത്തും ചെക്കിങ്ങുകളും അതോടൊപ്പം തന്നെ കടന്നു വേണം ഇങ്ങോട്ടെത്താൻ. പല ടൂറിസ്റ്റുകളെയും തൽക്കാലം ഇങ്ങോട്ട് പോകേണ്ടതില്ല എന്ന് വ്യക്തമായിക്കൊണ്ട് CRPF ഒക്കെ മടക്കി അയക്കുന്ന കാഴ്ച നമ്മൾ വഴിയിൽ കണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ പ്രത്യേകിച്ച് ഈ ആക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിൽ ഇവിടെ നിന്ന് ഈ പറഞ്ഞ അന്വേഷണ ഏജൻസികളുടെയൊക്കെ അന്വേഷണം അടക്കം കഴിഞ്ഞ ദിവസങ്ങൾ നടക്കുകയും ചെയ്തിരുന്നു. ഇന്നലേക്കാണെങ്കിൽ പോലും NIA അടക്കമുള്ള സംഘങ്ങൾ ഇവിടെ എത്തിക്കൊണ്ട് വിവരങ്ങൾ ശേഖരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ നടപടികളൊക്കെ വിവിധ ഭാഗങ്ങളിലായി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ആളുകളെ ഇങ്ങോട്ട് കടത്തിവിടുന്നില്ല. അത് മാത്രമല്ല ടൂറിസ്റ്റുകൾ അല്ലാത്ത ആളുകൾക്ക് ഇങ്ങോട്ട് വരേണ്ട നോബൽ റിപ്പോർട്ട് ചെയ്തോളൂ. ആളുകൾക്ക് ഇങ്ങോട്ട് വരേണ്ട ഒരു സാഹചര്യമുണ്ട്. നോബൽ എന്തായാലും ആ ദൃശ്യങ്ങളൊന്ന് കാണിക്കൂ. ഞാൻ ഒന്ന് മൃദുലാവാരിയിലേക്ക് പോയി വരാം. നോബൽ നടന്നോളൂ, സാവധാനം നടന്നോളൂ, സുരക്ഷിതമായി തന്നെ നടന്നോളൂ. അവിടെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേങ്കിലും നടന്നു കയറുമ്പോൾ വളരെ സൂക്ഷിക്കുക. കുത്തനെയുള്ള കയറ്റവും ഇറക്കവും ഒക്കെ ഉണ്ട്. വലിയ കല്ലുകൾ, ഉരുളൻ കല്ലുകളൊക്കെ ഈ പോകുന്ന ട്രക്കിംഗ് പാത്തിൽ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ മഴ പെയ്തിട്ടില്ല എന്നുള്ള കാര്യമായി മഴയും ചെളിയും ഇല്ലാത്തതുകൊണ്ട് ആ വഴി കുറച്ച് ബുദ്ധിമുട്ടേറിയതായിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു 1.5 മണിക്കൂർ എടുക്കും ഇനി നോബൽ മാരിക്കാരൻ പഹൽഗാമിലെ ഈ ബൈസരൻ വാലിയിലെ ആ മിനി സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന സ്പോട്ടിലേക്ക് എത്താൻ.